Hi all, welcome you all to Entry App. I am Kavya. PhD ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ എക്കാലത്തെയും മോഹമായിരുന്നു. നെറ്റ് ഉണ്ട്, JRF ഉണ്ട്. എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് PhD ചെയ്യാനായി സാധിക്കുന്നില്ല. ധാരാളമായി എൻട്രൻസ് പരീക്ഷകൾ ഞാൻ എഴുതുന്നുണ്ട്. എങ്കിലും ഒന്നും അങ്ങ് ശരിയാകുന്നില്ല. അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ടാണ് NTA റീസെന്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളത്. മാർച്ച് 31 അവർ അംഗീകരിച്ച റിപ്പോർട്ട് പ്രകാരമുള്ള മാറ്റങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒരിക്കൽ കൂടി വെൽക്കം യു ആൾ ടു ദ ഡിസ്കഷൻ. നമുക്കറിയാം, ബേസിക്കലി ഒരു കാൻഡിഡേറ്റ് PhD ചെയ്യാനായി ആഗ്രഹിക്കുന്ന ഒരു കാൻഡിഡേറ്റ് 4 രീതികളിലൂടെയാണ് PhDക്ക് എൻറോൾമെന്റ് ചെയ്യാനായി സാധിക്കുന്നത്. ഒന്ന്, ആ കാൻഡിഡേറ്റ് നെറ്റ് പരീക്ഷ എഴുതുകയും നെറ്റ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിച്ചവരെ JRF ജൂനിയർ റിസർച്ച് ഫെലോ കാറ്റഗറിയിലേക്ക് കാറ്റഗറൈസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റൈഫണ്ട് കൂടുതലാണ്. അവർക്ക് റിസർച്ച് ടൈം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പോലെ തന്നെ 5 വർഷം തന്നെയാണ്. നെറ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്റ്റൈഫണ്ട് എന്ന് പറയുന്നത് JRFന്റെ അത്ര ഇല്ലെങ്കിലും അവർക്കും എന്താണ് ഒരു രീതിയിൽ, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അവർക്കും PhD ചെയ്യാനായി സാധിക്കും. ഇനി JRFും നെറ്റും ഇല്ലാത്ത കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ MPhil വഴിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PhDക്ക് എൻറോൾ ചെയ്യാനുള്ള വഴിയുണ്ട്. ഇനി ഈ മൂന്നും ഇല്ലാത്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, നിങ്ങൾ PG കഴിഞ്ഞു നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് വഴിയും എന്ത് ചെയ്യാം, ഇങ്ങനെ PhDക്ക് എൻറോൾ ചെയ്യാനായി സാധിക്കും. അപ്പൊ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, 4 രീതികളിലൂടെയായിരുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, ഒരു PhD അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ റീസെന്റ് ആയിട്ട് NTA പുറപ്പെടുവിച്ച നോട്ടിഫിക്കേഷൻ പ്രകാരം എല്ലാം അറിഞ്ഞു അല്ലെ, എന്താണ് ചേഞ്ച് വന്നത്, നെറ്റ് വഴി മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, PhD അഡ്മിഷനിലേക്ക് കയറാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, പണ്ടത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നെറ്റ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 രീതിയിലായിരുന്നു അവിടെ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. ഒന്ന് JRF, 2 നെറ്റ്. നിങ്ങൾ നെറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നു, നെറ്റ് പരീക്ഷ ക്രാക്ക് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ നെറ്റ് പരീക്ഷ ക്രാക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് പാസ്സാവാൻ സാധിക്കുന്നു, അപ്പോഴും നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഒക്കെ ആവാനുള്ള ഓപ്ഷൻ ഉണ്ട്, PhD ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഈ PhD ചെയ്യുമ്പോൾ സ്റ്റൈഫണ്ട് വെറും 13,000 രൂപ മാത്രമായിരിക്കും. അത് നിങ്ങൾക്ക് ലഭിക്കുന്നത് യൂണിവേഴ്സിറ്റി JRF എന്നായിരിക്കും പറയപ്പെടുന്നത്. ഇനി JRFന്റെ ഏരിയയിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് അവിടെ ജനറലി വരുന്ന കൺസിഡറേഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സ്റ്റൈഫണ്ട് ഉണ്ട്. സ്റ്റൈഫണ്ടിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 37,000 രൂപ HR, 18%, 10,000 രൂപ കണ്ടിജൻസി ഫണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ധാരാളമായിട്ട് എമൗണ്ട് JRF വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ റീസെന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വഴി ഇതെല്ലാം മാറിയിരിക്കുന്നു അല്ലെ. പണ്ട് നമുക്ക് 2 കാറ്റഗറി ആയിരുന്നു. ഒരു നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ നെറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം 2 കാറ്റഗറി ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ജൂൺ 2024 മുതൽ 3 കാറ്റഗറി ആയിട്ട് അത് മാറപ്പെടുകയാണ്. കാറ്റഗറി 1 എന്ന് പറയുന്നത് എന്താണ്, അഡ്മിഷൻ ടു PhD വിത്ത് JRF, അപ്പോയിന്റ്മെന്റ് ആസ് അസിസ്റ്റന്റ് പ്രൊഫസർ. നിങ്ങൾക്ക് PhD JRFോട് കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് PhDക്ക് അഡ്മിഷൻ ലഭിക്കും. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള ഒരു ക്വാളിഫിക്കേഷനുമാണ് ഇവിടെ ആദ്യത്തെ കാറ്റഗറിയിലാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്നതെങ്കിൽ. കാറ്റഗറി 2ലാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്നതെങ്കിൽ അഡ്മിഷൻ ടു PhD വിത്തൗട്ട് JRF. PhDക്ക് നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാം, പക്ഷെ JRF ഇല്ല. എന്താ അതിന്റെ അർത്ഥം, JRFന്റെ എമൗണ്ട് ഒന്നും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ വേണമെങ്കിലും എന്താകാം, അസിസ്റ്റന്റ് പ്രൊഫസറായി മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും അവിടെ ലഭിക്കുന്നുണ്ട്. കാറ്റഗറി 3യെ സംബന്ധിച്ച് 3 കാറ്റഗറീസ് ആണുള്ളത്. പണ്ട് 2 എണ്ണമായിരുന്നു, വെറും നെറ്റും JRFും. ഇന്ന് 3 എണ്ണമാണ് ഉള്ളത്. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഏറ്റവും ലോ ലെവൽ കാറ്റഗറി. എന്താണ്, എലിജിബിൾ ഫോർ അഡ്മിഷൻ ടു PhD പ്രോഗ്രാം ഓൺലി ആൻഡ് നോട്ട് ഫോർ ദ അവാർഡ് ഓഫ് JRF ഓർ അസിസ്റ്റന്റ് പ്രൊഫസർ. ഇവിടെ നിങ്ങൾക്ക് എന്ത് മാത്രമാണ് ലഭിക്കുന്നത്,
നിങ്ങൾ കാറ്റഗറി 3യിലുള്ള സ്കോറിലാണ് വന്നിരിക്കുന്നതെങ്കിൽ കാറ്റഗറി 3, കാറ്റഗറി 2, കാറ്റഗറി 1 ഇങ്ങനെയാണ് പോകുന്നത്. കാറ്റഗറി 3യിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് വെറും PhD ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ്. അപ്പൊ ഇനി എന്തില്ല, യൂണിവേഴ്സിറ്റികൾക്ക് തങ്ങളുടേതായിട്ടുള്ള എൻട്രൻസ് നടത്തേണ്ട ആവശ്യമില്ല. കാൻഡിഡേറ്റ്സിനൊന്നും തന്നെ ഞങ്ങൾക്ക് അവസരം ലഭിക്കുന്നില്ല. റീസെന്റ് ആയിട്ട് വന്ന റിപ്പോർട്ട്സ് ഒക്കെ നിങ്ങൾ വായിച്ചു കാണും. ഒരു വർഷം ഇഷ്യൂ ചെയ്യുന്നത് 450 PhDകളാണെങ്കിൽ എൻട്രൻസിന് വേണ്ടി അപേക്ഷിക്കുന്നവർ 3000 പേരാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത്രയും പേര് ഒരുപക്ഷെ അവരെല്ലാം നെറ്റ് ക്വാളിഫൈഡ് ആയവരായിരിക്കാം, അല്ലെങ്കിൽ JRF ഉള്ളവർ പോലും എന്തുണ്ടാവുന്നു, പുറത്തു നിൽക്കേണ്ട ഒരു അവസരമാണ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഡിഫിക്കൽറ്റിയും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് NTA പറയുന്നത് നെറ്റ് തന്നെയാണ് ആധികാരികമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് സ്ട്രാറ്റജി ഫോർ PhD എന്ന്. 3 കാറ്റഗറി ആയിട്ടാണ് അവരതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇനി കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ ഒരു ടേബിൾ ഫോമിൽ തരുന്നുണ്ട്. കാറ്റഗറി 1ലാണ്, അതായത് ഏറ്റവും ടോപ്പ് പെർസെന്റേജ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ പെർസെന്റൈലുകളിലാണ് ജനറലി ഇത് മാർക്ക് ചെയ്യുന്നത്. JRFന് നിങ്ങൾക്ക് എലിജിബിൾ ആണ്. അസിസ്റ്റന്റ് പ്രൊഫസറായി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. PhDക്കും നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. കാറ്റഗറി 2 വെറും നെറ്റ് മാത്രമാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ JRF ഇല്ല. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാം, PhDയും നിങ്ങൾക്ക് ചെയ്യാം. കാറ്റഗറി 3യിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ കാറ്റഗറി 3 ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ JRF ഇല്ല, നെറ്റ് ഇല്ല, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ പറ്റില്ല, പക്ഷെ PhD ചെയ്യാനായി നിങ്ങൾക്ക് സാധ്യമാകും. അപ്പൊ എന്താ റീസെന്റ് ആയിട്ട് വന്നത്, നിങ്ങളൊരു JRF ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അവിടെ നിങ്ങൾ എൻട്രൻസ് ടെസ്റ്റ് എഴുതണ്ട, മറിച്ച് ഇന്റർവ്യൂ മാത്രമായിരിക്കും JRF കാൻഡിഡേറ്റ്സിന് ഉണ്ടാകുന്നത്. ഇനി നിങ്ങൾ ഒരു കാറ്റഗറി 2ലും കാറ്റഗറി 3ലും ഉൾപ്പെട്ട, കാറ്റഗറി 2ലോ കാറ്റഗറി 3ലോ ഉൾപ്പെട്ട കാൻഡിഡേറ്റ്സ് ആണെന്ന് കരുതുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ചെറിയ, അതായത് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. നമ്മുടെ മറ്റ് മാർക്കിനെ പറഞ്ഞ പോലെ, മറ്റ് കാറ്റഗറി 1നെ പറഞ്ഞ പോലെ ഇന്റർവ്യൂവും ഉണ്ടായിരിക്കും. നിങ്ങളുടെ നെറ്റ് സ്കോറും അവിടെ എന്ത് ചെയ്യും, അവര് കൺസിഡർ ചെയ്യും. ഇന്റർവ്യൂവിന്റെ മാർക്ക് 30%, അതുപോലെ നെറ്റ് സ്കോർ 70%. ഇതിന്റെ ബേസിസിൽ അവരെന്ത് ചെയ്യും, ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ഓരോ ഗൈഡുകൾക്കും എത്രയാണോ വേക്കൻസി ഉള്ളത്, ഗൈഡ്, ഓക്കെ, നമുക്കറിയാം, നമുക്ക് റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നവരെ ഗൈഡ് എന്നാണ് വിളിക്കുന്നത്, അല്ലെ? ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന ചേഞ്ചസ് അനുസരിച്ച് പ്രൊഫസേഴ്സിന്റെ കീഴിലാണെങ്കിൽ 8 കാൻഡിഡേറ്റ്സ് വരെ ആവാവുന്നതാണ്. അസോസിയേറ്റ് പ്രൊഫസേഴ്സിന്റെ കീഴിലാണെങ്കിൽ 6 കാൻഡിഡേറ്റ്സ്, അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ കീഴിലാണെങ്കിൽ 4 കാൻഡിഡേറ്റ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊവിഷന്റെ കീഴിൽ വരുന്ന സമയത്ത് അവർ എത്ര വേക്കൻസി ഉണ്ടെന്ന് ഓരോ യൂണിവേഴ്സിറ്റികളും ചിന്തിക്കുകയും അതിന്റെ ബേസിസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അവർ കാൻഡിഡേറ്റ്സിനെ എടുക്കുന്നത്. മാത്രമല്ല ഈ നെറ്റ് സ്കോർ എന്ന് പറയുന്നത് കാറ്റഗറി 2വിന്റെയും കാറ്റഗറി 3ന്റെയും നെറ്റ് സ്കോർ എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് മാത്രമായിരിക്കും വാലിഡ് ആയിട്ടുള്ളത്. അതായത് ഈ ഒരു വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അഡ്മിഷൻ എടുത്തിരിക്കണം. ഇനി നമുക്ക് എമൗണ്ടും കൂടെ നോക്കി കളയാലേ. ഇത്രയും കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പോ നമ്മള് നെറ്റ് ഇത്രയും കോംപ്ലക്സ് ആയ സ്ഥിതിക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നവർക്ക് നമ്മുടെ റിവൈസ്ഡ് ഫെലോഷിപ്പ് ഒന്ന് പറഞ്ഞു തരാം. JRFന് ആദ്യത്തെ 2 വർഷം 37,000 രൂപയാണ്. SRF ആയി കഴിഞ്ഞാൽ 42,000 നമ്മളുടെ കയ്യിൽ കിട്ടും. കണ്ടിജൻസി JRF എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഉണ്ട്, അത് 10,000 ആണ് 2 വർഷത്തേക്ക്. കണ്ടിജൻസി SRF എന്ന് പറയുന്നതുണ്ട്, 20,500 ആണ് 3 വർഷത്തേക്ക്. കൂടാതെ HRA 18%. പോരെ? ഇതെല്ലാം നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കാറ്റഗറി 1ൽ ഉൾപ്പെടണം അല്ലേ, എങ്കിൽ മാത്രമേ എന്ത് ലഭിക്കുള്ളൂ, ഈ ഒരു എമൗണ്ടോട് കൂടി, ഇത്രയും ഫെലോഷിപ്പോട് കൂടി നമുക്ക് പഠിക്കാനായി അവസരം ലഭിക്കുള്ളൂ. ഇനി നിങ്ങൾ നെറ്റ് മാത്രമാണെങ്കിൽ എന്താണ്, വെറും 13,000 രൂപ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഏത് കാറ്റഗറിയിലാണ് ഞാൻ ഉൾക്കൊള്ളേണ്ടത്? 3 കാറ്റഗറി ഉണ്ടല്ലേ. ഒന്നാമത്തെ കാറ്റഗറി ആകുമ്പോൾ അവിടെ JRF ആണ് വരുന്നത്. PhD ഇന്റർവ്യൂ മാത്രമാണുള്ളത്. അവിടെ മാർക്കിന്റെ കണ്ടീഷനോ 1 വർഷത്തിനുള്ളിൽ എന്നുള്ള ആ ഒരു കണ്ടീഷൻ ഫ്രെയിംവർക്കോ
വരുന്നില്ല. മാത്രമല്ല അവിടെ എളുപ്പത്തിൽ JRF ഒക്കെ കിട്ടിയ ഒരു കാൻഡിഡേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ അഡ്മിഷനും ലഭിക്കും. രണ്ടാമത്തെ കാറ്റഗറി അല്ലെങ്കിൽ മൂന്നാമത്തെ കാറ്റഗറിയിലാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്നതെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഓടിച്ചെന്ന് എവിടെയൊക്കെ ചെന്ന് എന്ത് ചെയ്യണം, നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയാം ഓരോ ഗൈഡിന്റെ കീഴിലും ഉള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം വളരെയധികം ഇപ്പോൾ തന്നെ ടൈറ്റായി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഗൈഡിനെ തപ്പിയെടുക്കുക അല്ലെങ്കിൽ ഗൈഡിനെ അലോട്ട് ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത്, ഇപ്പൊ പല യൂണിവേഴ്സിറ്റികളും ഗൈഡിനെ അലോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്, ഗൈഡിനെ ആ വേക്കൻസി അനുസരിച്ചിട്ടേ അലോട്ട് ചെയ്യാനായി സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വർഷത്തിന്റെ ഉള്ളിൽ നമുക്കത് പോസ്റ്റ്ലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന് എൻറ്റർ ചെയ്യുക എന്ന് പറയുന്നൊരു ലിമിറ്റേഷനും നമ്മുടെ മുമ്പിൽ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, ആദ്യത്തെ കാറ്റഗറിയിലേക്ക് തന്നെ പ്രവേശിക്കാനായി നമ്മൾ ശ്രമിക്കണം അല്ലെ. NTA 3 കാറ്റഗറി ആയിട്ട് ബേസിക്കലി ഇവിടെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തത് കൊണ്ട് തന്നെ റീസെന്റ് ആയി വരുന്ന സിലബസിലും വലിയ തോതിൽ തന്നെ മാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അല്ലെ. നല്ല പോലെ പഠിക്കാം. ആദ്യത്തെ കാറ്റഗറിയിൽ തന്നെ എല്ലാവർക്കും കയറാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥപരമായി ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.